ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. വളരെ ദേശാഭിമാനിയായിരുന്ന മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ്റെ കവിതയാണത്. അദ്ദേഹത്തിൻ്റെ 66ാം ഓർമ്മദിനമാണിന്ന്. ആധുനിക കവിത്രയങ്ങളിൽ ഒരാളും കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമായിരുന്നു വള്ളത്തോൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായ വള്ളത്തോൾ ദേശസ്നേഹം നിറഞ്ഞുന്ന നിരവധി കവിതകൾ എഴുതി. വള്ളത്തോളിനെ നമ്മൾ ഓർമ്മിക്കുന്നു. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ. കേവലം വരികളിൽ മാത്രമല്ല, പ്രവൃത്തിയിലും ദേശീയ പ്രസ്ഥാനങ്ങളോട് ചേർന്നു നിന്നു വള്ളത്തോൾ. അയിത്തോച്ചാടനത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ടു. ഗുരുവായൂർ സത്യഗ്രഹത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായ കവി ദേശസ്നേഹം തുളുമ്പുന്ന നിരവധി കവിതകൾ രചിച്ചു. മഹാത്മജിയുടെ ആദർശങ്ങളിൽ അടിയുറച്ചു വിശ്വസിച്ച വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ കൃതിയാണ് എന്റെ ഗുരുനാഥൻ. ലോകമേ തറവാട് തനിക്കീ ചെടികളും. സാഹിത്യമഞ്ജരി, ശിഷ്യനും മകനും, അച്ഛനും മകളും, ബന്ധനസ്ഥനായ അനിരുദ്ധൻ തുടങ്ങി നിരവധി രചനകൾ. കേൾവിശക്തി നഷ്ടപ്പെട്ടതിനു ശേഷം വള്ളത്തോൾ രചിച്ചതാണ് ബധിരവിലാപം. കേരളത്തിന്റെ തനതു കലയായ കഥകളിയെ പരിപോഷിപ്പിക്കുന്നതിനായി കഥകളി വിദ്യാലയം സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് കേരള കലാമണ്ഡലമായി മാറിയത്. വാൽമീകി രാമായണത്തിന്റെ മലയാള വിവർത്തനത്തോടെ കേരള വാൽമീകി എന്നും വള്ളത്തോൾ അറിയപ്പെടാൻ തുടങ്ങി. അഭിജ്ഞാന ശാകുന്തളം, മാതംഗപുരാണം തുടങ്ങി നിരവധി കൃതികൾ വിവർത്തനം ചെയ്തു. തലമുറകളായി മലയാളികൾ കേൾക്കുന്ന മനോഹരമായ ഉറക്കുപാട്ടും വള്ളത്തോളിന്റെ തൂലികയിൽ വിരിഞ്ഞതാണ്. എൻ കുഞ്ഞുറങ്ങിക്കൊൾ, എൻ കുഞ്ഞുറങ്ങിക്കൊൾ, എൻ കുഞ്ഞുറങ്ങിക്കൊൾ. റിസർച്ച് ഡെസ്ക് 24.